ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എക്സാമിന് വിദ്യാർത്ഥികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ കൺസൾട്ടേഷനും കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാരൻസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളെന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ സ്റ്റഡി ലീവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അത് കോമ്പറ്റേറ്റീവ് എക്സാമും ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് എക്സാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും മറ്റ് പബ്ലിക് എക്സാമുകളാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ ഔട്ട്കമ്മിന് ഇപ്പോൾ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും അതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആവരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗോളുകളാണുള്ളത്. ഒന്ന് പെർഫോമൻസ് ഗോളുകൾ എന്ന് പറയും, രണ്ട് ലേണിംഗ് ഗോളുകൾ എന്ന് പറയും. ഇപ്പോൾ ഈ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടുള്ള ഗോൾ സെറ്റിങ്ങിനെയാണ് നമ്മൾ പെർഫോമൻസ് ഗോളുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാലേ എനിക്ക് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ എന്ന് ഉള്ള രീതിയിലുള്ള ഗോൾ സെറ്റിങ്സിനെയാണ് പെർഫോമൻസ് ഗോൾസ് എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കാരണം അത് കുട്ടികളുടെ ഉള്ളിലൊരു പ്രഷർ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് അത് കാരണമാകുകയും അവർക്ക് എഫിഷ്യൻ്റായിട്ട് പഠിക്കുന്നതിൽ നിന്ന് അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള വസ്തുത നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. പകരം ലേണിംഗ് ഗോളുകളിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ലേണിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പിറ്റൻസി ഓരോ ദിവസവും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളാണ് ലേണിംഗ് ഗോളുകളിൽ നടത്തുന്നത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഞാൻ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. ഇന്നത്തെക്കാളും ബെറ്ററായിട്ട് നാളെ ശ്രമിക്കും, നാളത്തെക്കാളും ബെറ്ററായിട്ട് മറ്റന്നാൾ ശ്രമിക്കും. അങ്ങനെ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഈ ലേണിംഗ് ഗോൾസ് ബേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഫ്രീ ആയിട്ട് അപ്പിയർ ചെയ്യുന്നതിന് സാധിക്കും എന്നുള്ള വസ്തുത ഒന്നാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓർക്കുന്നതിന്, കൃത്യമായിട്ട് എക്സാമിൻ്റെ സമയത്ത് ഓർക്കുന്നതിനുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം 3 തവണയെങ്കിലും റിവൈസ് ചെയ്യണമെന്നാണ് പൊതുവിൽ പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്പോൾ സ്റ്റഡി ടൈം ആണ് അല്ലെങ്കിൽ സ്റ്റഡി ലീവ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പാറ്റേൺ ഉണ്ടാക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പോൾ രാവിലെ 8 തൊട്ട് 10 വരെ, അല്ലെങ്കിൽ 10 തൊട്ട് 12 വരെ, അല്ലെങ്കിൽ 2 തൊട്ട് 4 വരെ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങളെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് പഠിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒരു ദിവസം 2 തൊട്ട് 4 വരെ പഠിച്ചു, പിറ്റേ ദിവസം രാവിലെ 10 തൊട്ട് 12 വരെ പഠിച്ചു, അങ്ങനെ പഠിക്കാതെ എല്ലാ ദിവസവും ഒരേപോലെ റൂട്ടീനായിട്ട് റെഗുലറായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൺ ദ വേയിൽ നിങ്ങൾ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാത്സ് അല്ലെങ്കിൽ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പാർട്ട് മാത്രം എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പലർക്കും ഈ പ്രോബ്ലം അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ ടഫായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് പലരും ചെയ്യുന്നത് ആ പ്രോബ്ലം നോക്കി എഴുതി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഒരു പുതിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്കത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പെട്ടെന്ന് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ ബ്ലോക്കായി പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ തന്നെ പ്രോബ്ലം മാത്രം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാർട്ട് മാത്രം എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കി അത് കറക്റ്റായിട്ട് വീണ്ടും സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഫൈനൽ ആൻസറിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള ഭക്ഷണം,
വെള്ളം ധാരാളം കുടിക്കുക. ഇപ്പോൾ പലരും പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികളൊക്കെ തന്നെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് ഉറക്കം എഴുന്നേൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെള്ളം ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമാണ് 24 മണിക്കൂറിലേക്ക് വേണ്ടുന്നതെന്നാണ് പൊതുവിലുള്ള ഒരു കണക്ക്. അതായത് ഒരു 50 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം. അപ്പം വെള്ളം കുടിക്കുമ്പോൾ കുറേ കൂടെ അലർട്ടായിട്ടും ആക്റ്റീവായിട്ടും എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യാനും വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡും അതുപോലെ തന്നെ എക്സാം സീസണും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.